ഹായ് മക്കളെ, കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. സാറേ ഞങ്ങൾക്ക് പാസ്സാവാനുള്ളത് എങ്ങനെയെങ്കിലും ഒപ്പിച്ചുതരാം. മക്കളെ, ഇത് കണ്ടു കഴിഞ്ഞാൽ A+ കിട്ടുന്ന ഒരിക്കലും ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ വീണ്ടും നിങ്ങൾക്ക് ഒരു ഉറപ്പ് തരാം. സാറേ പൊളിറ്റിക്സിൽ ആകെ പെട്ട് കിടക്കുകയാണ്, ഞങ്ങൾക്ക് ഒന്നും അറിയില്ല, ഞങ്ങൾക്ക് ജസ്റ്റ് പാസ്സായി പോയാൽ മതി, +2 തോൽക്കാതിരുന്നാൽ മതി, അങ്ങനെയുള്ളവർക്ക് മാത്രമുള്ളതാണ് കേട്ടോ മക്കളെ. ഞാൻ ആദ്യമേ പറയണം, ഇത് കണ്ടിട്ട് ഒരിക്കലും A+ഉം ഫുൾ മാർക്കും ആഗ്രഹിച്ചു പോയത്. കാരണം ഇത് കുറച്ച് ചാപ്റ്റർ, അതായത് 7ാമത്തെ ചാപ്റ്റർ 7, 8, 9, അതുപോലെ തന്നെ 2.7, 2.8, 2.9, ഇങ്ങനെ ഒരു 6 ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് മക്കൾക്ക് എന്ത് ചെയ്യുന്നത് ഇട്ട് തരുന്നത്. അപ്പോൾ നമ്മുടെ 2.7, അതായത് സെക്യൂരിറ്റി ഇൻ ദി കണ്ടംപററി വേൾഡ്, അങ്ങനെ ഒരു ചാപ്റ്റർ ഉണ്ട്. അതായത് സമകാലിക നമ്മുടെ ലോകത്തിലെ സുരക്ഷാ വിഷയങ്ങളുമായിട്ട്, നമ്മുടെ തീവ്രവാദം, അതുപോലെ തന്നെ പകർച്ചവ്യാധികൾ, ഇതൊക്കെ നമ്മുടെ നാടിന് ഭയങ്കര സുരക്ഷാ ഭീഷണികളാണ്. അതിനെപ്പറ്റി പഠിക്കുന്നത്. അങ്ങനത്തെ സുരക്ഷാ ഭീഷണികളെ കൈക്കൊള്ളാൻ വേണ്ടിയിട്ട് ഇന്ത്യ എടുത്ത മൂന്ന് പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുക. അതായത് വാട്ട് ആർ ദ 3 കമ്പോണൻസ് ഓഫ് ഇന്ത്യ സെക്യൂരിറ്റി സ്ട്രാറ്റജി, ഇന്ത്യയുടെ സുരക്ഷാ തന്ത്രങ്ങളുടെ 3 പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കൂ മക്കളെ. ഇന്ത്യ കൈക്കൊണ്ട ഒരു 4ഓളം തന്ത്രങ്ങളുണ്ട്. അതിലൊരു 3 മിനിമം പഠിച്ചു പോട്ടെ. ഞാനിത് പറയുന്നത് ഫുൾ മാർക്കിലുള്ളവർക്കല്ല കേട്ടോ, ഞാൻ വീണ്ടും പറയുന്നത്, പക്ഷെ നിങ്ങൾ പാസ്സാവും ഉറപ്പാണ്. സ്ട്രെങ്തനിങ് ഇറ്റ്സ് മിലിറ്ററി ക്യാപ്പബിലിറ്റി, സൈനിക ശേഷി ശക്തിപ്പെടുത്തുക. സ്ട്രെങ്തൻ ഇന്റർനാഷണൽ നോംസ് ആൻഡ് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളും അന്താരാഷ്ട്ര സ്ഥാപനങ്ങളും ശക്തിപ്പെടുത്തുക. പിന്നെ മീറ്റ് ദി സെക്യൂരിറ്റി ചലഞ്ചസ് വിത്തിൻ ദി കൺട്രി, രാജ്യത്തിനുള്ളിൽ തന്നെ ഉള്ള ഒരുപാട് സുരക്ഷാ വെല്ലുവിളികളുണ്ട്, അതിനെ നേരിടുക. പിന്നെ അതുപോലെ തന്നെ ഡെവലപ്മെന്റ് ഓഫ് എക്കണോമി, സാമ്പത്തികപരമായിട്ട് നമ്മൾ വികസനം, സമ്പദ് വ്യവസ്ഥയുടെ വികസനം. ഇതാണ് നമ്മുടെ ഇന്ത്യ കൈകൊണ്ട 3 സംഭവങ്ങൾ. 4 നമ്മൾ പറഞ്ഞു, 3 എഴുതാൻ പറഞ്ഞിട്ടു. പിന്നെ എക്സ്പ്ലെയിൻ എനി 2 സെക്യൂരിറ്റി ത്രെറ്റ്സ്, ഏതെങ്കിലും 3 നമ്മുടെ സുരക്ഷാ ഭീഷണികൾ വിവരിക്കുക. മക്കളെ, ഏതൊക്കെ? ടെററിസം, തീവ്രവാദം പറയാം, ഹ്യൂമൻ റൈറ്റ് വയലേഷൻസ്, മനുഷ്യാവകാശ ലംഘനങ്ങൾ, അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ നേരിടുന്ന സുരക്ഷാ ഭീഷണികളാണ്. ഇനി എൻവയോൺമെന്റൽ ആൻഡ് നാച്ചുറൽ റിസോഴ്സ്, അതായത് നമ്മുടെ പാരിസ്ഥിതികപരമായിട്ട് നമ്മുടെ ലോകം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ നമ്മൾ പറയുന്നത് ഈ പാരിസ്ഥിതിക വിഷയങ്ങളിൽ ഇന്ത്യ കൈകൊണ്ട നിലപാടുകൾ എന്തൊക്കെയാണ്. ഇന്ത്യ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ക്യോട്ടോ പ്രോട്ടോകോൾ എന്ത് ചെയ്തു, ഇന്ത്യ സൈൻ ചെയ്തു. ഇന്ത്യ സൈൻഡ് ആൻഡ് റെറ്റിഫൈഡ് ക്യോട്ടോ പ്രോട്ടോകോൾ ഇൻ ഓഗസ്റ്റ് 2002, 2002 ഇന്ത്യ സൈൻ ചെയ്യാണ്. G8 മീറ്റിംഗിൽ ജൂൺ 2005 എന്ത് ചെയ്യാണ്, പങ്കെടുക്കുകയും പൂർണ്ണ ഉത്തരവാദിത്വം ആർക്കാണ്, വികസിത രാജ്യങ്ങൾക്കാണ്. ഇവിടുത്തെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കുള്ള പൂർണ്ണ ഉത്തരവാദിത്വം ഡെവലപ്ഡ് കൺട്രീസിനാണ്, അതായത് വികസിത രാജ്യങ്ങൾക്കാന്ന് പറയുന്നുണ്ട്. പിന്നെ ഇന്ത്യ എംഫസിസ് ദാറ്റ് എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് ആർ ദി ഫസ്റ്റ് പ്രയോറിറ്റി, അതായത് ഡെവലപ്പിംഗ് കൺട്രീസ്, വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ എക്കണോമിക്കലും സോഷ്യൽ ഡെവലപ്മെന്റും ആണ്. അതായത് സാമ്പത്തികവും സാമൂഹികപരമായിട്ടുള്ള വികസനമാണ് വികസ്വര രാജ്യങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇന്ത്യ ഒപ്പോസ്ഡ് ഡിസ്കഷൻ UNFCCCയുടെ ഡിസ്കഷൻ എന്ത് ചെയ്തു, ഇന്ത്യ ഒപ്പോസ് ചെയ്തിട്ട് സംസാരിച്ചു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ മക്കളെ, അതിൽ പറയുന്നത് വാട്ട് മീൻ ബൈ കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റി, അതായത് പൊതുവായതും വ്യത്യസ്തമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളതാണ്. എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ പോലെയുള്ള ഡെവലപ്പിംഗ് കൺട്രീസ് പറയുന്നത്, അതായത് വികസിച്ചു കൊണ്ടിരിക്കുന്ന വികസ്വര രാജ്യങ്ങൾ പറയുന്നത് പൂർണ്ണ ഉത്തരവാദിത്തം ആർക്കാണ്, ഡെവലപ്ഡ് കൺട്രീസ് ആണ്. പക്ഷെ വികസിച്ച് കഴിഞ്ഞ രാജ്യങ്ങൾ പറഞ്ഞാൽ അല്ല, ഇവർക്കുമുണ്ട്, ആർക്ക്, ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങൾക്കും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ട് കുറച്ച് റെസ്ട്രിക്ഷൻ മീറ്റിംഗിൽ വന്നു. ഏതിൽ? നമ്മുടെ റിയോ ഡി ജനീറോയിൽ ബ്രസീലിൽ നടന്ന ഭൗമ ഉച്ചകോടിയിലെ മീറ്റിംഗിൽ പറഞ്ഞു, ഓക്കെ, 2 കൂട്ടർക്ക് ഒരേപോലെ റെസ്ട്രിക്ഷൻ കൊണ്ടുവന്ന് വെച്ചാൽ പല സാധനങ്ങൾ ഉപയോഗിക്കുന്നതിന് ഒരു റെസ്ട്രിക്ഷൻ, അതായത് നിയന്ത്രണം കൊണ്ടുവന്നു. അപ്പൊ ഇന്ത്യ പറഞ്ഞു അത് ശരിയല്ല, വികസിത രാജ്യങ്ങൾ ഓൾറെഡി വികസിപ്പിച്ച് കഴിഞ്ഞു, പക്ഷെ ഞങ്ങൾ വികസിച്ചു കൊണ്ടിരിക്കുന്നു, അപ്പൊ ഞങ്ങൾക്ക് അവർക്ക് കൊടുക്കുന്ന അതേ കർശന നിയന്ത്രണം ഞങ്ങൾക്ക് തരാൻ പാടില്ല. അതാണ് നമ്മുടെ എന്താണ് പറയുന്നത്, ഉത്തരവാദിത്തം, പൊതുവായതും വ്യത്യസ്തവുമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പൊ അത് മക്കൾ എന്ത് ചെയ്യുക, പഠിച്ചു പോകാം. പിന്നെ അതിൽ നോക്കേണ്ട മറ്റേതാണ് ഔട്ട്കംസ് ഓഫ് റിയോ സമ്മിറ്റ് എന്ന് പറഞ്ഞാൽ ഭൗമ ഉച്ചകോടിയിൽ എടുത്ത തീരുമാനങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ പരിണിത ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഒന്ന് അജണ്ട 21 പറയുന്നുണ്ട്. അജണ്ട 21 എന്ന പേരിൽ വികസന പ്രവർത്തനങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നെ അതിലെന്ത് ചെയ്തു, ശുപാർശ ചെയ്തിരുന്നു. പിന്നെ അതുപോലെ തന്നെ സുസ്ഥിര വികസനം സംയോജിപ്പിക്കുന്നതിനുള്ള സമവായം കൊണ്ടുവന്നിരുന്നു. അക്സെപ്റ്റഡ് ദി സ്പെഷ്യൽ നീഡ്സ് ഓഫ് ദി ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ കുറച്ച് പ്രത്യേക ആവശ്യങ്ങളായിരുന്നു, അത് അക്സെപ്റ്റ് ചെയ്തു. അതിനെ വിളിക്കുന്ന പേരാണ് കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റി, അതായത് പൊതുവായതും എന്നാൽ വ്യത്യസ്തവുമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയും. ഇനി മക്കളെ, ലാസ്റ്റ് ചാപ്റ്റർ ഗ്ലോബലൈസേഷൻ എന്നുള്ള ചാപ്റ്റർ 2.9 എന്തൊക്കെയാണ് പഠിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഇമ്പാക്റ്റ് ഓഫ് എക്കണോമിക്, അതായത് സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്. ഈ ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണം വന്നപ്പോൾ ഉണ്ടായിരുന്ന സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. കാരണം കമ്മോഡിറ്റീസ് അക്രോസ് ദി ഗ്ലോബ്, ആഗോളവൽക്കരണം ലോകമെമ്പാടുമുള്ള ഉൽപ്പന്ന കച്ചവടത്തിന് വഴിയൊരുക്കി. അതുപോലെ തന്നെ
ഇറക്കുമതിയുടെ മേലുള്ള നിയന്ത്രണങ്ങൾ എന്ത് ചെയ്തു, അയവ് വരുത്തി ഗവൺമെന്റ്. പിന്നെ അതുപോലെ തന്നെ ഈസി ഫ്ലോ ഓഫ് ക്യാപിറ്റൽ, നമ്മളിവിടെ പോയിട്ട് അമേരിക്ക പോയിട്ട് നമ്മൾ സംഭവങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ട്, അമേരിക്കക്കാർ ഇവിടെ വന്നിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ മൂലധനം അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലോ ചെയ്യുന്നുണ്ട്, ഒഴുകി പോകുന്നുണ്ട്. ഇപ്പൊ നമ്മളെ ഇന്ത്യക്കാരന് കേരളക്കാരനായിട്ടുള്ള യൂസഫ് അലി എന്ത് ചെയ്യുന്നുണ്ട്, ലുലു മാൾ ഗൾഫിൽ കൊണ്ടുപോയി ഇടുന്നുണ്ട്, പല രാജ്യങ്ങളിൽ കൊണ്ടുപോയിടുന്നുണ്ട്. അപ്പൊ നമ്മുടെ ക്യാപിറ്റൽ എന്താ, പല രാജ്യങ്ങളിലും പോകുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്യാൻ മനസ്സിലാക്കി വെക്കട്ടോ. ഓക്കെ, ഇനി അതേപോലെ തന്നെ കൾച്ചറലി നമ്മൾ എന്താണ്, സംസ്കാരത്തെ എങ്ങനെ ബാധിക്കുന്നു മക്കൾ? സംസ്കാരം എന്താണ്? ഓൾറെഡി നമ്മുടെ സംസ്കാരമൊക്കെ പാശ്ചാത്യ സംസ്കാരമായി മാറുന്നുണ്ട്, അതായത് ഇംഗ്ലീഷുകാരുടെ സംസ്കാരമായി മാറുന്നുണ്ട്. നമ്മൾ BTS പോലെയുള്ള ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ ധരിക്കുന്നത് കണ്ടിട്ടില്ലേ, ടീഷർട്ടുകൾ, ഫൈസ്ലി. അപ്പോൾ പുറത്തുള്ള സംസ്കാരങ്ങളുടെ ഇറക്കുമതി ഇതിലൂടെ നന്നായിട്ട് വരുന്നുണ്ട്. റൈസ് ഓഫ് യൂണിഫോം കൾച്ചർ ഓർ കൾച്ചറൽ ഹോമോജനൈസ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ കാര്യങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ അതുപോലെ തന്നെ എക്കണോമിക്കൽ കോൺസിക്വൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. ഇനി പൊളിറ്റിക്കൽ, അതായത് രാഷ്ട്രീയവും സാമ്പത്തികവുമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് റെഡ്യൂസ് ദി കപ്പാസിറ്റി ഓഫ് ദി സ്റ്റേറ്റ്, ആഗോളവൽക്കരണം രാഷ്ട്രത്തിന്റെ ശേഷികൾ എന്ത് ചെയ്യുന്നുണ്ട്, ചോർത്തി കളയുന്നുണ്ട്. ബഹുരാഷ്ട്ര കമ്പനികൾ ഗവൺമെന്റുകളുടെ തീരുമാനമെടുക്കാനുള്ള ഒരുപാട് സംഭവങ്ങൾക്ക് ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നു, ഒരു കുറവ് വരുത്തി. മാർക്കറ്റ് ബിക്കം എ പ്രൈം കൺസേൺ ടു സെറ്റ് ഡൗൺ എക്കണോമിക് ആൻഡ് സോഷ്യൽ പ്രയോറിറ്റി, ക്ഷേമരാഷ്ട്ര സങ്കല്പം പരിമിത രാഷ്ട്ര സങ്കല്പത്തിലേക്ക് വഴിമാറി. ഇതൊക്കെ മക്കളെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാത്ത അതിനുള്ള സമയമില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, അങ്ങനെ മനസ്സിലാക്കി വെക്കുക. ഇനി 7ാമത്തെ ചാപ്റ്ററിൽ മക്കൾ പഠിച്ചു വെക്കേണ്ടത് ചിപ്കോ മൂവ്മെന്റ്. ചിപ്കോ മൂവ്മെന്റിന്റെ നേതാവിനെ പഠിച്ചു വെക്കുക, എന്താണ് ചിപ്കോ മൂവ്മെന്റ് എന്നുള്ളത് നോക്കാം. പിന്നെ അടുത്ത 15 വർഷത്തേക്ക് അവിടുത്തെ മരങ്ങളൊന്നും വെട്ടാനുള്ള അനുമതി കൊടുത്തില്ല. അവിടെ ഹിമാലയൻ ഭാഗങ്ങളിൽ എന്ത് ചെയ്തു, ആഷ് മരങ്ങൾ സൈമൺസ് എന്നുള്ള സ്പോർട്സ് കമ്പനിക്ക് എഴുതി കൊടുത്താണ് ഏതെന്ന് പറയുന്നത് ഈ ചിപ്കോ മൂവ്മെന്റ് എന്ന് പറയുന്നത്. സുന്ദർലാൽ ബഹുഗുണയാണ് അതിന്റെ ലീഡർ എന്ന് പറയുന്നത്. ഇനി നർമ്മദ ബച്ചാവോ ആന്തോളൻ. നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നർമ്മദ റിവറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മേധാ പട്കറാണ് ലീഡർ എന്ന് പറയുന്നത്. ഒരുപാട് ഡാമുകൾ വന്ന്, സർദാർ സരോവർ പദ്ധതി, അതുപോലെ തന്നെ മറ്റേ സാഗർ പദ്ധതി, ഇതൊക്കെ അതിന്റെ ഭാഗമായിട്ട് വന്നാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അതിലെന്ത് ചെയ്യുക, ആന്റി അറാക്ക് മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങൾ വന്നിരുന്നു. അവിടെ ഗാർഹിക പീഡനം, പിന്നെ അതുപോലെ തന്നെ എന്ന് വെച്ചാൽ ചാരായ വിരുദ്ധ പ്രസ്ഥാനത്തിൽ വരാനുണ്ടായ കാരണമാണ് എന്താണെന്ന് വെച്ചാൽ ഗ്രാമീണരുടെ കടങ്ങൾ വർദ്ധിച്ചു, പിന്നെ ഗാർഹിക പീഡനം, പിന്നെ അതുപോലെ തന്നെ സെക്ഷൽ വയലൻസ്, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇനി ഭാരതീയ കിസാൻ യൂണിയൻ എന്ന് പറഞ്ഞാൽ ഒറ്റ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളായിരുന്നു, ഒറ്റ കമ്മ്യൂണിറ്റിയിൽ, അതായത് ഒറ്റ സമുദായത്തിൽപ്പെട്ട ആളുകളായിരുന്നു. പിന്നെ അവരുടെ ഇലക്ട്രിസിറ്റി കറണ്ട് ബില്ല് കുറയ്ക്കണം എന്ന് പറഞ്ഞായിരുന്നു. ഉത്തർപ്രദേശിലും ഹരിയാനയിലായിരുന്നു അവരുടെ എന്തെന്ന് പറഞ്ഞാൽ അവരുടെ ഉറവിടം എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. പിന്നെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 നിലവിൽ വരുന്നത്. മസ്ദൂർ കിസാൻ ശക്തി സങ്കേതന്റെ ശ്രമഫലമായിട്ടാണ് ഈ നിയമം പാസ്സാവുന്നത്. ഇനി റീജിയണൽ ആസ്പിറേഷൻ, പ്രാദേശിക അഭിലാഷങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തർക്കമല്ല ഈ കാശ്മീരിന്റെ വിഷയം. പിന്നെ ബാഹ്യവും ആഭ്യന്തരവുമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. എന്താണ് ആഭ്യന്തരവും ബാഹ്യവും? ആഭ്യന്തരം എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ, ബാഹ്യം എന്ന് പറഞ്ഞാൽ പുറത്തുള്ളത്. അതായത് കാശ്മീർ പിടിച്ചെടുക്കാൻ വേണ്ടി പാകിസ്ഥാൻ കുറച്ച് അധിനിവേശത്തെ പുറത്ത് വിട്ടു, എന്നിട്ട് എന്തെങ്കിലും കുറച്ച് ഭാഗങ്ങൾ പിടിച്ചു വെച്ചു. അങ്ങനെ ആ ഒരു 1/3 ഭാഗം പിടിച്ചു. ആ ഭാഗത്തെ വിളിക്കുന്ന പേര് ആസാദി കാശ്മീർ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പോഴും എന്ത് ചെയ്യുന്നത്, കാശ്മീരിന് വേണ്ടിയിട്ട് ഇപ്പോഴും തല്ലുണ്ട്. ഇനി എന്താണ് ഉള്ളിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 370, അതായത് ജമ്മു കാശ്മീരിന് മാത്രം സ്പെഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു, പ്രത്യേക പദവി നൽകിയിരുന്നു. ആ പ്രത്യേക പദവി എടുത്തൊഴിവാക്കിയതിന്റെ ഫലമായിട്ടാണ് ഉള്ളിലുള്ള പ്രശ്നങ്ങൾ. ഇതാണ് ബാഹ്യവും ആഭ്യന്തരവുമായിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ആന്തരികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ മക്കളെ പഞ്ചാബ് ഉടമ്പടി, പഞ്ചാബ് അക്കോർഡ്, രണ്ടാൾ തമ്മിലുള്ള ഒപ്പാണ്. അതായത് ഹർചന്ദ് സിംഗ് ലോങ്കോവാളും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ രാജീവ് ഗാന്ധി തമ്മിലുള്ള ഒരു ഒപ്പാണ്. അതിൽ പറഞ്ഞിട്ടുള്ള 4 മാർക്കിനാണ് ചോദിച്ചത്. അതിൽ പറഞ്ഞിട്ടുള്ള 5 കാര്യങ്ങൾ. ഒന്ന്, ചണ്ഡീഗഡ് എന്ത് ചെയ്യുക, ഹരിയാനയുമായിട്ട് പഞ്ചാബുമായിട്ട് യോജിപ്പിക്കാൻ പറയുന്നുണ്ട്. പിന്നെ പഞ്ചാബും ഹരിയാനയും തമ്മിലുള്ള അതിർത്തി തർക്കം പൂർണ്ണമായിട്ടും തീർപ്പാക്കാൻ ഒരു കമ്മീഷനെ നിയമിക്കണം. പിന്നെ രവി ബിയാസ് എന്നുള്ള നദിയുണ്ട്, ആ നദിയെ എന്ത് ചെയ്യണം, അതിൽ നിന്ന് വെള്ളം എടുക്കുന്നതിനെ ചൊല്ലി തർക്കമുണ്ട്, അതും ഒഴിവാക്കണം. പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ ആളുകൾക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ വന്നിട്ടുണ്ട്, അതിന് കോമ്പൻസേഷൻ, നാശനഷ്ട പരിഹാരം അല്ലെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വിഡ്രോവൽ ഓഫ് ദി അപ്ലിക്കേഷൻ ഓഫ് ആംഡ് ഫോഴ്സ്, അവിടെ നിലനിർത്തിയിട്ടുള്ള സൈനികരെ പിൻവലിക്കണം എന്ന് പറയുന്നത്. ഇതാണ് പഞ്ചാബ് അക്കോർഡിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. മക്കളെ, ഇനി 9ാമത്തെ ചാപ്റ്റർ 1.9 ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സമീപകാല സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ്? 1980 മക്കളെ 8 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. 1989 ശേഷം നടന്ന പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, 1989 കോൺഗ്രസ് പാർട്ടിയുടെ പരാജയം. ദേശീയ രാഷ്ട്രീയത്തിൽ ഉയർന്ന മണ്ഡൽ വിഷയങ്ങൾ, അതായത് 27% ഈ പിന്നോക്ക വിഭാഗക്കാർക്ക് സംവരണം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ളതാണ്. BP ബിന്ദേശ്വരി പ്രസാദ് മണ്ഡലായിരുന്നു ചെയർമാൻ ആ കമ്മീഷന്റെ. പിന്നെ 1991 പുത്തൻ സാമ്പത്തിക നയം, 92 ബാബരി മസ്ജിദ് തകർക്കൽ, 91 രാജീവ് ഗാന്ധിയുടെ വധം. ഇതായിരുന്നു 1989 ശേഷം നടന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, അതായത് നമ്മുടെ
ഈ ഒരു കാലഘട്ടത്തിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട 4 വിഷയങ്ങൾക്ക് എല്ലാ പാർട്ടികളും ഒന്നായിരുന്നു. അത് ഏതൊക്കെ 4 വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ, എല്ലാ പാർട്ടിക്കാരും പുത്തൻ സാമ്പത്തിക നയം, അതായത് ന്യൂ എക്കണോമിക് പോളിസി, ഇതുമായിട്ട് എല്ലാവരും യോജിപ്പാണ്. പിന്നെ പിന്നോക്ക ജാതിക്കാർ, അതായത് മൈനോരിറ്റി അവരുടെ റൈറ്റ്സിന് വേണ്ടിയിട്ട് എല്ലാവരും എന്ത് ചെയ്യുന്നു, ഒറ്റക്കെട്ടായിരുന്നു. പിന്നെ സംസ്ഥാന പാർട്ടികൾക്കാർ, അതായത് നമ്മുടെ സ്റ്റേറ്റ്, ലോകം മുഴുവൻ അല്ലെങ്കിൽ രാജ്യം മുഴുവൻ ഉണ്ടാവില്ല. ഇപ്പൊ ചില പാർട്ടികൾ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പൊ കേരളത്തിലുള്ള ഒരു ചെറിയ ഒരു ഭാഗത്തുള്ളതാണ് മുസ്ലിം ലീഗ് എന്നുള്ള പാർട്ടി. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, മുസ്ലിം ലീഗ് തമിഴ്നാട്ടിലുണ്ട്, പക്ഷെ എന്നാൽ പോലും എന്താണ്, അതൊരു രാജ്യാന്തര പാർട്ടിയായിട്ട് വലിയ പാർട്ടിയല്ല, അല്ലല്ലോ, അത് നമുക്ക് അറിയുന്ന കാര്യം. പക്ഷെ കേരളത്തിൽ അതെന്താണ്, മുഖ്യ ഘടകകക്ഷിയായിട്ടുള്ള ഒരു പാർട്ടിയാണ്. അപ്പൊ അങ്ങനെയുള്ള ചില പാർട്ടികളുണ്ട് രാജ്യത്ത് മുഴുവൻ. ഇപ്പൊ കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും അത് രാജ്യത്ത് മുഴുവനായിട്ട് ഒരുപാട് ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ ഇങ്ങനെ സ്റ്റേറ്റ് ഗവൺമെന്റിന് എന്ത് കൊടുക്കണം, സ്റ്റേറ്റ് പാർട്ടിക്കാർക്ക് കേന്ദ്രഭരണത്തിലുള്ള പ്രാധാന്യം എല്ലാ പാർട്ടികളും അതും അംഗീകരിക്കുന്നുണ്ട്. പിന്നെ ഐഡിയോളജി നിലപാടിനേക്കാളും പ്രായോഗിക പരിഗണനകൾക്ക് എല്ലാ പാർട്ടികളും പ്രാധാന്യം നൽകുന്നുണ്ട്. ഇത്രയാണ് മക്കളെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ടത്. ഇനി എന്തെങ്കിലും നിങ്ങൾ ഉണ്ടെങ്കിൽ SP സഹദ് എന്നുള്ള ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ കാര്യങ്ങളും നിങ്ങളുടെ കമൻറ്റുകളും നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്തിട്ട് നിങ്ങൾ ചോദിക്കുക. ഞാൻ നിങ്ങൾക്ക് മാർച്ച് എക്സാം കഴിയുന്നത് വരെ ഇത് ഓപ്പൺ ആക്കിയിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എക്കണോമിക്സിൽ ഇങ്ങനെ ഒരു വീഡിയോ വേണോ, അല്ലെങ്കിൽ അക്കൗണ്ടൻസിൽ ഇങ്ങനെ ഒരു വീഡിയോ വേണം, അല്ലെങ്കിൽ ബിസിനസ് സ്റ്റഡീസിൽ ഇങ്ങനെ ഒരു വീഡിയോ വേണം, എന്ത് നിങ്ങൾക്ക് പറയാം. ഹാപ്പി ആയിട്ട് എക്സാം എഴുതുന്നത് ജസ്റ്റ് പാസ് മാർക്കിനുള്ളത് മാത്രമാണ്. ഹാപ്പി ആവാം. ബൈ ബൈ.